ഏത് ചെളിയിലിട്ട് എടുത്തുകൊണ്ട് വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിൽക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എസ്തെറ്റിക് മാസൻട്രി. ഹിയർ ഈസ് അനദർ വീഡിയോ ഫോർ യു. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടാണ് വന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ അത്രയും അവിടെ കേട്ട് കാണുമല്ലോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ റോങ്ലി ഓർഡേർഡ് ഒരു പ്രോഡക്റ്റാണ്. എങ്ങനെ വന്നെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഞാൻ വേറൊരു പ്രോഡക്റ്റ്, ഇതേ സെയിം സാധനം വേറെ ഒരു 42 പീസസ് ഞാൻ റിട്ടേൺ കൊടുത്തതിന്ന് ഇതിപ്പോൾ പുതിയത് എനിക്ക് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ അത് റീപ്ലേസ്മെൻ്റ് അല്ലേ എന്നുകൊണ്ട് മറ്റേ പാക്കറ്റും കൂടെ എടുത്തു കൊടുത്തപ്പോൾ അല്ല, ഇതല്ലാതെ കൊണ്ടുവന്നതാ, ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഇത് റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോഴും ഇത് നോൺ റിട്ടേണബിളാണ്. അപ്പോൾ അത് പറ്റിയില്ല. പിന്നെ ഇത് ഡാമേജ്ഡാണ്, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ പൈസ കൊടുത്തതല്ലേ, സോ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ആർക്കും മണ്ടത്തരം പറ്റരുത്. ലിങ്ക് ഞാൻ ഇടുന്നില്ല. ലിങ്ക് ഇട്ടിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ടിട്ടും നിങ്ങളെന്തിനാണ് വാങ്ങുന്നത്? മണി ഈസ് ശരിക്കും ഇപ്പം ഞാൻ പൈസ വലിയൊരു സംഭവമാണ് എന്ന് ഇത് ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഫുള്ളി നോട്ട് ഗുഡ്, ഒരിക്കലും കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ യൂസ് ചെയ്യാം, ഫിനിഷിംഗ് ഇല്ല, ഇറ്റ്സ് ബിഗ് ഡ്രോബാക്ക്, ബട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ആകെപ്പാടെ ഒരു പ്രതീക്ഷ മറ്റത് പൊട്ടിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നാൽ മതി എന്നാണ്. അല്ലാതെ ഇത്രയൊന്നും ഒരാൾക്ക് ആവശ്യമില്ല. പിന്നെ ഇതാ ലീഫ്, ഇതിൽ അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ പൊട്ട ലീഫാണ്. ഇതിൻ്റെ ലീഫ് ഗുഡ്, ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ലീഫുണ്ട്. പിന്നെ വരുന്നത് ദാ ഈ സാധനം, ഇത് ഹാർട്ടാണ്. ഹാർട്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സൈസൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ ഇതെല്ലാം ഇനി വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വാഷ് ചെയ്ത് യൂസ് ചെയ്യാം, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ഹൊറിബിൾ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്തിനാണ് ഈ പൊടിയുള്ള ഐറ്റംസൊക്കെ? ഡാമേജൊക്കെ സാരമില്ല, പക്ഷേ ഇതൊക്കെ ഈ കേക്ക് ഉണ്ടാക്കുന്നതല്ലേ, നമ്മൾ ക്ലേ അവിടെ ക്ലേയിലും പൊടി അടിച്ചാൽ കൊള്ളത്തില്ല. പക്ഷെ അവർ എന്തുദ്ദേശത്തിലാണ് ഇതിങ്ങനെ? നെക്സ്റ്റ് സൺഫ്ലവർ, നമുക്ക് നേരത്തെ ഒരു സൺഫ്ലവറിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ പറയാതിരിക്കാനാണ്? ഫുള്ളി ഒരുമാതിരി വെരി ഡിസപ്പോയിൻറ്റഡ്. വെരി ദെൻ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് സൗണ്ട് ഭയങ്കര ബോറായിരിക്കും. സോ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഓക്കെ പ്രോഡക്റ്റ് ഓക്കെ. എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ളവർ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇത് ഭയങ്കര ഫോണ്ടൻ്റ് എന്ന് പറയാം. കാരണം ഞാൻ ഇത് ചെയ്തപ്പോഴേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, മൈ ഗാഡ് ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം മേടിച്ചതാണ്. ഫ്രം 4 years, 4 വർഷം. പക്ഷേ ഇതൊക്കെ ഇവർ ഏത് ചെളിയിലിട്ട് എടുത്തുകൊണ്ട് വരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിൽക്കണ്ട. മൈ ഗോഡ്. ഇതിന് മാത്രം ഇഷ്ടം പോലെ സൺഫ്ലവറിൻ്റെ ഇതെന്ത് ഒരുപാട് സൺഫ്ലവറിൻ്റെതാണ് ഉള്ളത്. കണ്ടോ, ഇങ്ങനത്തെ പഞ്ചിങ് പോലത്തത്. ലെറ്റ്സ് യൂസ്. അല്ലാതെ എന്ത് പറയാൻ? ഇത് പോകുന്നില്ല, ഹോൾഡ് ആവുന്നു. ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ദിസ് വൺ ഈസ് എ ഗുഡ് പീസ്. ഇതൊക്കെ ഒന്നും വലിച്ചാൽ പോലും വരണില്ലല്ലോ. എൻ്റെ അമ്മീ, തുറക്കണമെന്ന് ഉപയോഗിക്കില്ലെന്ന് വിചാരിച്ച് തന്ന പോലെയുണ്ട്. സത്യം വാങ്ങരുത് കേട്ടോ. ഇത് 200 സംതിങ് ആണെന്ന് തോന്നുന്നു. ഡോണ്ട് ബൈ ദിസ്. റിവ്യൂ നോക്കിയിട്ട് മേടിക്കുക. എനിക്കിപ്പോൾ എന്തായാലും അബദ്ധം പറ്റി. ഓക്കെ, യൂസ് ചെയ്യാം. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാലേ അയ്യോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ലെറ്റ്സ് മൂവ് ഓൺ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം ഇതൊക്കെ. ഇതെന്തെന്നത്? ഇത് ഏതാ ലോക്കൽ പ്ലാസ്റ്റിക് ആണ്. നമ്മൾ ഈ ബക്കറ്റ് കളിപ്പാട്ടൊക്കെ ഉണ്ടാക്കി തരില്ലേ, അതുപോലത്തെ ലോക്കൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. സത്യം
റിട്ടേൺ ചെയ്യാനും പറ്റത്തില്ല. ചുമ്മാ അല്ല നോൺ റിട്ടേണബിൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. സോ ഡോണ്ട് ബൈ ദിസ്. വാങ്ങരുത്. കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങുക. ഇതെനിക്കറിയത്തില്ല, ഇത് ഞാൻ എങ്ങനെ വാങ്ങിച്ചു എന്ന് എനിക്കറിയത്തില്ല. പൊട്ട സാധനം, റിട്ടേൺ ചെയ്യാനും പറ്റുന്നില്ല. ചെയ്യാൻ പോവാം. ഈ പെട്ടിക്കകത്ത് നിൽക്കുമെന്ന് പറഞ്ഞൂടാ. കുറേ ഇതിപ്പോൾ തൽക്കാലം കിടക്കട്ടെ. ഞാൻ അടുത്തതും കൂടെ പൊട്ടിച്ച് കാണിച്ചു തരാം. വെറുതെ എന്തിനാണ് ഒരു സെക്കൻഡ് വീഡിയോ ചെയ്യുന്നത്. അത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. എനിക്ക് ഇപ്പം ഇങ്ങനെ ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. സോ ശ്രദ്ധിച്ച് മേടിക്കുക. ഇത് ഭയങ്കര ഒരു ഹാർട്ട്ഫുള്ളി ഭയങ്കര ഒരു വിഷമം തോന്നുന്നു. ഇതാണ് ആദ്യം വന്നത്. പിന്നെ കാര്യം അത് വെച്ച് നോക്കുമ്പോൾ ഇത് മച്ച് ബെറ്റർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടിൽ ഈ ചെളി പിടിച്ചതും പൊടി പിടിച്ചതും പോലത്തെ അഴുക്കുകളുണ്ട്. ഇവരെവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടിട്ട് നമുക്ക് തന്നതാണോ എന്ന് തോന്നുന്നു ശരിക്കും. ഇത് കണ്ട, ഇത് തുള്ളി കളിക്കുന്ന കുഞ്ഞു പുഴു, അങ്ങനെ തന്നെ പറയണം. ഇറ്റ്സ് ഹൊറിബിൾ. ഇതായത് പൊട്ടിക്കിടപ്പുണ്ട്. ഞാൻ അപ്പോഴേ തുറന്നത് ഈ സൈഡ് വഴിയാണ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ പൊട്ടിക്കിടക്കുന്നു. അങ്ങനെ റിട്ടേൺ അടിച്ച് റീപ്ലേസ്മെൻറ്റ് യുവർ റീപ്ലേസ്മെൻറ്റ് ഹാസ് ഡൺ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഇത് എന്തെന്നാണ് ചുമ്മാ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ. ഇതെല്ലാം ഇനി കഴുകി ഉണക്കിയാലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടും സെയിം പാക്കേജിങ്ങും കവറിങ്ങും ഒക്കെയാണ്. എല്ലാം സെയിം സൈസായിരിക്കും. സെയിം ഫിനിഷിങ് എല്ലാം ഒരേപോലെ പക്ക. ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കാം. ഫാർ ബെറ്റർ മറ്റേനെക്കാട്ടിലും നമുക്ക് യൂസബിളാണ്. ഇത് നമുക്ക് വേണം. നമ്മൾ പുതിയൊരു വർക്ക് ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടി. എന്തായാലും ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് തോന്നുന്നു. എന്താ ഇതിലെ അഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു 8 മിനിറ്റ് വീഡിയോ ആണേ. ഞാനത് മേ ബി സ്പീഡിലിടും. ഇത്രയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പാടാം. പെട്ടെന്ന് അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഒറ്റ സ്ട്രെച്ചിലാണ് ഇരുന്ന് എടുക്കുന്നത്. അപ്പം ഈ ഡ്രസ്സായിരിക്കും പിന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.